പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് പരിശുദ്ധ കുർബാനയിലെ നമ്മുടെ ധ്യാന വിഷയം വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 16-ാം അധ്യായം 1 മുതൽ 12 വരെ വാക്യങ്ങൾ. ഈശോ അവിടെ നമ്മളോട് പറയുന്നു, കാലത്തിന്റെ അടയാളങ്ങൾ മനസ്സിലാക്കി ജാഗ്രതയോടെ ജീവിക്കുക. ഈശോ പറയുന്നു, ആകാശം ചമന്നിരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ പറയുന്നു കാലാവസ്ഥ പ്രസന്നമായിരിക്കും. എന്നാൽ ആകാശം ചെമന്ന് മൂടിയിരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ പറയുന്നു കാറ്റും കോളും ഉണ്ടാവും. നിങ്ങൾക്ക് ചുറ്റുപാടുകൾ കണ്ട് ആകാശത്തിന്റെ ഭാവഭേദങ്ങൾ കണ്ട് വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാനായിട്ട് പറ്റും. ഈ മാറ്റങ്ങൾക്കനുസരിച്ച്, ഈ പ്രകൃതിയിൽ കാണുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് മനുഷ്യർ തങ്ങളുടെ ജോലി, യാത്ര, മറ്റ് കാര്യങ്ങൾക്കൊക്കെ മുൻകരുതലുകൾ എടുക്കുകയും അതനുസരിച്ച് കാര്യങ്ങൾ ക്രമീകരിക്കുകയും ചെയ്യുന്നു. പലപ്പോഴും നമ്മൾ TV-യിലും റേഡിയോയിലും ഒക്കെ കാലാവസ്ഥ അറിയിപ്പുകൾ കേൾക്കാറുണ്ട്. കാറ്റും കോളും ഉള്ളപ്പോൾ മത്സ്യബന്ധനം നടത്തുന്ന ആളുകൾ കടലിലേക്ക് പോകരുത്, കാരണം അതൊരു മുന്നറിയിപ്പാണ്. അത് ആകാശത്തിന്റെ ഭാവഭേദങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്ത് വരാൻ പോകുന്നുവെന്ന് മുൻകൂട്ടി പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ ജീവിക്കുന്ന ഈ കാലത്ത് ഇപ്പോഴുള്ള ഭാവമാറ്റങ്ങൾക്കനുസരിച്ച് ഈശോ പറയുന്നു, നിങ്ങൾക്ക് ദൈവാശ്രയം കൂടിയിരുന്നാൽ നിങ്ങളുടെ ജീവിതം പ്രസന്നമായ ആകാശം പോലെ ആയിരിക്കും. ദൈവത്തിലുള്ള ആശ്രയം കുറഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് കാറ്റും കോളും ജീവിതത്തിൽ വരുമ്പോൾ അതിനെ നേരിടാൻ ചിലപ്പോൾ ശക്തി കിട്ടണമെന്നില്ല. കാറ്റും കോളും ഉണ്ടാകില്ല എന്നല്ല, കാറ്റും കോളും ഉണ്ടാകുമ്പോൾ നമുക്ക് ദൈവത്തിൽ വിശ്വാസവും ആശ്രയവും കൂടുതലായി ഉണ്ടെങ്കിൽ നമുക്കതിൽ വീഴാതെ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റും. ഉറപ്പുള്ള ഭവനത്തെക്കുറിച്ചും മണൽപ്പുറത്ത് പണിത ഭവനത്തെക്കുറിച്ചും ഈശോ പറയുന്നുണ്ട്. രണ്ടും ഭവനങ്ങളാണ്, പക്ഷെ രണ്ടിലും വന്ന് പതിച്ച അപകടങ്ങളും ഒരുപോലെയായിരുന്നു. പക്ഷേ വിശ്വാസത്തിന്റെ, പ്രാർത്ഥനയുടെ, ദൈവാശ്രയ ബോധത്തിന്റെ പാറപ്പുറത്ത് നിന്ന വീടിന് ഇളക്കമൊന്നും ഉണ്ടായില്ല എന്നാണ് നമ്മൾ അവിടെ കാണുന്നത്. ദൈവാശ്രയം കുറഞ്ഞാൽ കാറ്റും കോളും നിറഞ്ഞ ജീവിത പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ വീണു പോകാൻ ഇടയാകും. സ്വന്തം കഴിവുകൾ കൊണ്ട് മാത്രം നിൽക്കാമെന്ന് നാം തെറ്റിദ്ധരിക്കുന്നുണ്ടോ എന്നൊന്ന് ആത്മശോധന ചെയ്യാനാണ് ഈശോ ഇന്ന് നമ്മളോട് പ്രത്യേകമായി ആവശ്യപ്പെടുന്നത്. അതോ നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകുന്നതനുസരിച്ച് നമ്മുടെ ദൈവാശ്രയവും ദൈവബന്ധവും കൂടി വരുന്നുണ്ടോ? അതാണ് നമുക്ക് ജീവിതത്തിൽ വേണ്ടതെന്ന് ഈശോ ഇന്ന് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഈ ലോകത്തിൽ കാണുന്ന മാറ്റങ്ങൾക്കനുസരിച്ച്, ലോകത്തിന്റെ മാറ്റമനുസരിച്ച് ദൈവത്തിൽ ആശ്രയിക്കേണ്ടതിന്റെ ആവശ്യകത കൂടുതലായ ബോധ്യമായി ഞങ്ങളുടെ ഹൃദയത്തിൽ വളർത്തണമേ. ലോകം വളരുമ്പോൾ, ശാസ്ത്രം വളരുമ്പോൾ ഞങ്ങൾ അങ്ങയിൽ നിന്ന് അകലുകയല്ല, അങ്ങയോട് കൂടുതൽ അടുക്കുകയും അതെല്ലാം അങ്ങയുടെ വരദാനങ്ങളാണെന്ന് ഓർത്ത് അങ്ങയെ കൂടുതൽ സ്നേഹിക്കുവാനുള്ള ഹൃദയവും ബോധ്യവും ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.